നമസ്കാരം. നമ്മൾ ചിലപ്പോഴെങ്കിലും കേൾക്കാറുള്ള വാക്കാണ് TRP അഥവാ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ്. ഒരു പ്രത്യേക കാലയളവിൽ എത്ര സമയം സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗം പ്രേക്ഷകർ ചാനലുകൾ എത്ര സമയം കണ്ടു എന്നതാണ് TRP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ആഴ്ചകളിലുമാണ് TRP റേറ്റിംഗ് പുറത്തുവിടുന്നത്. ടെലിവിഷൻ ചാനലുകളിലെ ജനപ്രിയ പരിപാടികൾ കണ്ടെത്താൻ റേറ്റിംഗ് സഹായിക്കുന്നുണ്ടെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായ് 2018 വ്യക്തമാക്കിയിരുന്നു. ഏതു ചാനലിൽ തങ്ങളുടെ പരസ്യം നൽകണമെന്നും അതിനുള്ള നിരക്ക് എത്രയെന്ന് നിർണ്ണയിക്കുവാനും TRP റേറ്റിംഗിലൂടെ പരസ്യദാതാക്കൾക്ക് സാധിക്കും. 45,000 വീടുകളിൽ ബാറോമീറ്റർ സ്ഥാപിച്ചാണ് ചാനൽ പരിപാടികളുടെ ജനപ്രിയത കണക്കാക്കുന്നത്. ശമ്പളം, വിദ്യാഭ്യാസം എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വീടുകളെ 12 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ വീടുകളിലെ വൈദ്യുത കണക്ഷൻ മുതൽ കാർ വരെയുള്ള 11 ഇനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 12 വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക പരിപാടി കാണുമ്പോൾ ഈ വീടുകളിലെ അംഗങ്ങൾ അവരുടെ വ്യൂവർ ID ബട്ടൺ അമർത്തും. ഇത്തരത്തിൽ ഈ വീടുകളിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേക ID ഉണ്ടാകും. ഇതിലൂടെ അവർ ചാനൽ കണ്ട സമയം രേഖപ്പെടുത്തും. പ്രായവ്യത്യാസം അനുസരിച്ച് പ്രേക്ഷകൻ്റെ അഭിരുചികളും ഇത്തരത്തിൽ ശേഖരിക്കപ്പെടും. സമീപകാലത്തെ TRP പരിശോധിക്കുമ്പോൾ വാർത്താ ചാനലുകളുടെ ജനപ്രീതി കുറഞ്ഞു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലത്തും വാർത്താ ചാനൽ കാണാനുള്ള പ്രേക്ഷക താല്പര്യത്തിൽ വൻ ഇടിവാണ് ഉണ്ടായത്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. എന്നാൽ സമീപകാലത്ത് ഈ ട്രെൻഡിന് വിരുദ്ധമായി കാഴ്ചക്കാരുടെ എണ്ണം കുറയുകയാണ്. വാർത്തകൾക്കും അപ്പുറം വിനോദത്തെയാണ് ഇന്ന് പ്രേക്ഷകർ ചേർത്തു പിടിക്കുന്നത്. ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ന്യൂസ് ചാനൽ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ബഹുദൂരം മുന്നിലാണ്. മറുവശത്ത് ഈ വർഷത്തെ 46-ാം ആഴ്ചയിൽ ഏറ്റവും പ്രേക്ഷക നഷ്ടമുണ്ടായത് 24 ന്യൂസിനാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ആഴ്ച 91 പോയിൻ്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിനുള്ളത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 1 പോയിൻ്റ് കുറഞ്ഞു. റിപ്പോർട്ടർ TVക്ക് 75 പോയിൻ്റാണുള്ളത്. കഴിഞ്ഞ ആഴ്ച 78 പോയിൻ്റായിരുന്നു ഉണ്ടായിരുന്നത്. 24ന് കഴിഞ്ഞ ആഴ്ചയിൽ 61 പോയിൻ്റായിരുന്നു. ഇത് 55 പോയിൻ്റായി ചുരുങ്ങി. ശിരൂർ രക്ഷാപ്രവർത്തന സമയത്ത് റേറ്റിംഗിൽ ഒന്നാമതെത്തിയ ചാനലാണ് അതിവേഗം താഴേക്ക് പോയിരിക്കുന്നത്. റിപ്പോർട്ടറിന് ലഭിച്ച സ്വീകാര്യതയാണ് 24ന് തിരിച്ചടിയായി മാറിയത്. കേരള വിഷൻ്റെ സെറ്റ് ടോപ്പ് ബോക്സിൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ റിപ്പോർട്ടർ എത്തിയതും 24 ന്യൂസിനെ ബാധിച്ചെന്നാണ് വിലയിരുത്തൽ. ചാനൽ റേറ്റിംഗിൽ 4-ാം സ്ഥാനത്ത് പതിവ് പോലെ തന്നെ മനോരമ ന്യൂസാണ്. 42 പോയിൻ്റാണ് മനോരമയ്ക്കുള്ളത്. തൊട്ട് കഴിഞ്ഞ ആഴ്ച ഇത് 45 പോയിൻ്റായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തോട് മലയാളി സാധാരണ താല്പര്യം കാണിക്കാറുണ്ട്. ഈ ദിവസത്തെ എങ്ങനെ ചാനലുകൾ പ്രയോജനപ്പെടുത്തും എന്നത് നിർണായകമാവുകയാണ്. 5ാമതുള്ള മാതൃഭൂമിക്ക് 46-ാം ആഴ്ചയിൽ 33 പോയിൻ്റാണുള്ളത്. 2 പോയിൻ്റ് കുറഞ്ഞു. ജനം TVക്ക് 23 പോയിൻ്റുണ്ട്. കൈരളി ന്യൂസിന് 21. 8ാമതുള്ള ന്യൂസ് 8 കേരളയ്ക്ക് 12 പോയിൻ്റുണ്ട്. മീഡിയ 1ന് 9. ന്യൂസ് കേരളയ്ക്കും മീഡിയ 1നും ഓരോ പോയിൻ്റ് കുറഞ്ഞിട്ടുണ്ട്. 46-ാം ആഴ്ചയിൽ മലയാളം ന്യൂസ് ചാനൽ TRP റേറ്റിംഗ് നമുക്ക് പരിശോധിക്കാം. 1-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഇപ്പോൾ 91 പോയിൻ്റാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 92 പോയിൻ്റ് ഉണ്ടായിരുന്നു. 2-ാം സ്ഥാനത്ത് റിപ്പോർട്ടർ TV ആണ്. 75, നേരത്തെ 78. 3-ാം സ്ഥാനത്ത് 24 ന്യൂസ്, ഇപ്പോൾ 55, നേരത്തെ 61. 4-ാം സ്ഥാനത്ത് മനോരമ ന്യൂസ് 42, ഇപ്പോൾ മുൻപ് 45. 5-ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് 33, ഇപ്പോൾ നേരത്തെ 35. 6-ാം സ്ഥാനത്ത് ജനം TV ആണ്. 23, നേരത്തെയും 23. 7-ാം സ്ഥാനത്ത് കൈരളി ന്യൂസ് 21 ഇപ്പോൾ, നേരത്തെയും 21. 8-ാം സ്ഥാനത്ത് ന്യൂസ് 8 കേരള 12, നേരത്തെ അത് 13 പോയിൻ്റ്. മീഡിയ 1 9, നേരത്തെ 10 പോയിൻ്റായിരുന്നു. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.